അവിഹിതം എന്താന്ന് അറിഞ്ഞാൽ കൊള്ളാം. വല്ലോനും തിന്നാൻ വെച്ചണ സാധനം നമ്മൾ അവനില്ലാത്ത സമയത്ത് അവിടെ പോയിട്ട് തിന്നണേനാണ് ഞാൻ സിമ്പിളായിട്ട് അത്രേ പറയണുള്ളൂ. അത് ചെയ്യണമെങ്കിൽ ചെയ്യാം, വിശപ്പ് മൂത്തിരിക്കണമെങ്കിൽ പോയി ചെയ്തോ അവരവരുടെ റിസ്കിൽ. നീയാണല്ലോ ഇവിടുത്തെ അപ്പൊ ഈ നാട്ടിലെ നിയമം കോടതി നീ കാര്യത്തിൽ ഇടപെടത്തില്ലല്ലോ. ഒട്ടും ചേരാത്ത പദങ്ങളാണ് അവള് കൊടുത്തിട്ടില്ല. ഇപ്പൊ തന്നെ അതിനകത്ത് എനിക്ക് ആസ് എ പേഴ്സൺ ചാസി എന്താണ് പറഞ്ഞു വെച്ച് കൊളാക്കി വെച്ചേക്കുന്നത് അത് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ആ കണ്ടന്റ് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാല് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് 2 കോണ ഇറക്കിയിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. കാശ് കൊടുത്തിട്ടാണോ അല്ലെങ്കിൽ അയാൾക്ക് പറയാൻ തോന്നിയിട്ടാണോ എന്നറിയില്ല, എന്തൊക്കെയോ ഇടലത്തരം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അത് ആത്മഹത്യയല്ലോ. ഫേസ്ബുക്ക് അമ്മമാരില്ലേ, ഞാൻ നല്ല ഊക്കി വിട്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ അയാളെ ഇട്ടിട്ട്. എവിടെ പോയി എന്തോ കാരണം വരുമ്പോൾ 108 BNS 108 ആത്മഹത്യാ പ്രേരണ കുറ്റം അതെൻ്റെ മേലെ വരും. മറ്റുള്ളവർ ജഡ്ജ് ചെയ്യാൻ വന്നാൽ വൃത്തികെട്ട മലയാളികളുടെ സ്വഭാവം നിർത്തേണ്ടത്. എടുത്ത റിസ്ക് വളരെ വലുതാണ്. സോഷ്യൽ മീഡിയ ഒരിക്കലും നമ്മുടെ കോടതി അല്ല. അത് ഞാൻ എൻ്റെ വീഡിയോസും ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയസിനോടെ കോർട്ട് റൂം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഹലോ മല്ലു ആണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇത്രയും വലിയ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത് അനുവാദം ചോദിക്കാൻ പോയതാണ്. അതെ, അപ്പോൾ ക്യാമറ എടുത്ത് നമസ്കാരം പറയണ്ടായിരുന്നു. അല്ല, നമസ്കാരം. നമസ്കാരം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിൽ വന്നിട്ട് ഇപ്പം എത്ര ദിവസമായി? ഇപ്പൊ എനിക്ക് 2-3 ദിവസമായിട്ടുള്ളൂ. 3 ദിവസമായിട്ടുള്ളൂ. ബട്ട് ഓൾവേസ് അന്തർമുഖനാണല്ലോ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ. ഏതെങ്കിലും 2 ചാനലിൽ പ്രത്യക്ഷപ്പെടും, പിന്നെ രാജ്യം വിടും. അതാണ് പരിപാടി. ആരെങ്കിലും കയറ്റി അയക്കുന്നതാണോ? എങ്ങോട്ട്? അല്ല, ഇവിടെ വന്ന് പ്രശ്നം. എനിക്ക് കുറച്ച് സമയമൊക്കെ കൊടുത്ത ചൂടായിരുന്നു, ഞാൻ തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകുന്നതാണ് അല്ലേ? അത് നല്ല എങ്ങനെയാ ശരിക്കുള്ള പേരെങ്ങനെയാ? എൻ്റെ പേര് ലിയാസ്, LIYAS. പ്രൊഫൈലിൽ തന്നെ എടുക്കേണ്ടത് ഹലോ മല്ലൂസിന്റെ അടിയിൽ തന്നെ ലിയാസ്. പക്ഷേ ഹലോ മല്ലൂസ് എന്നുള്ളതാണല്ലോ. അതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് ചോദിക്കാം. ഞാൻ കാണുമ്പോഴൊക്കെ എനിക്ക് പേഴ്സണലി ആസ് എ പേഴ്സൺ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളിലും സോഷ്യൽ മീഡിയയിൽ, അതായത് പ്രത്യേകിച്ച് ഇൻസ്റ്റയിൽ പല ആളുകളും ജഡ്ജാവുന്നു, സ്വയം ജഡ്ജാവുന്നു. എന്നിട്ട് നിങ്ങൾക്ക് കുറേ തെളിവുകൾ കിട്ടുന്നു, നിങ്ങൾ പോലീസാവുന്നു, നിങ്ങൾ തെളിവുകൾ ശേഖരിക്കുന്നു, നിങ്ങൾ ആ തെളിവുകൾ വെച്ചിട്ട് വെളിച്ചത്ത് കൊണ്ടുവരുന്നു, നിങ്ങൾ എന്നിട്ട് വിധി പറയുന്നു, എക്സ്പോസ് ചെയ്യുന്നു, അതായത് ന്യായങ്ങളും വിധി. അത് കോർട്ട് റൂം ഫുള്ള് നിങ്ങൾ സെറ്റാക്കുന്നുണ്ട് പലരെക്കുറിച്ചും. അത് ചിലത് നല്ലതാവാം, ചിലത് എന്ന് വെച്ചാൽ ഞാൻ നല്ലത് ചീത്ത എന്ന് ഉദ്ദേശിച്ചതല്ല, ചിലവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്ന ആക്രമണങ്ങളും ഉണ്ട്, ചിലത് വളരെ ഇപ്പം പറയാം ഹെൽപ്പ് നീഡ്സ് ഉള്ള കാര്യങ്ങളും ചെയ്യാറുണ്ട്. ആക്ച്വലി നിങ്ങൾ ആരാ? ഞാൻ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഫേസ് വേറെ, എൻ്റെ പേഴ്സണൽ ലൈഫ് വേറെ. പേഴ്സണൽ ലൈഫിൽ അത്ര വലിയ ആർക്കും അങ്ങനെ വെളിപ്പെടുത്തൂല. ലിയാസ് വ്യക്തി എന്താണെന്നോ ആരാണെന്നോ മാക്സിമം അന്വേഷിച്ച് കഴിഞ്ഞാൽ താമസിക്കുന്ന സ്ഥലം കിട്ടും, ഒരു ഉമ്മയും അപ്പഴും അഡ്രസ്സും എൻ്റെ അഡ്രസ്സും അത്രേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു വ്യക്തി ആരാന്നുള്ളത് ആർക്കും അറിയില്ല. അതറിയാൻ എനിക്ക് താല്പര്യമില്ല, പറയാൻ താല്പര്യമില്ല. സോഷ്യൽ മീഡിയ ഫേസിലേക്ക് വരികയാണെങ്കിൽ ഒന്നിനെയും പേടിക്കാത്ത മുകളിലാകാശം താഴെ ഭൂമി എന്നുള്ള രീതിയിൽ മാത്രം ഞാൻ അന്നോട്ട് ഇന്നുവരെ വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. അപ്പം അങ്ങനെ അതാണ് ഹലോ മല്ലൂസ് എന്ന് പറയുന്നത്. സോ ഹലോ മല്ലൂസ് ആയിട്ട് സംസാരിക്കലായിരിക്കും നല്ലത് ഈ ഒരു വിഷയത്തിൽ. റിയാസ് ആയിട്ട് സംസാരിച്ചിട്ട് ഞാൻ വളരെ നോർമൽ ലൈഫായിട്ട് അങ്ങോട്ട് പോകും. എന്തപ്പോൾ ചെയ്യുന്നൊരു പിടുത്തവും കിട്ടത്തില്ല. മറ്റേതാകുമ്പോഴൊക്കെ എല്ലാവർക്കും അറിയാം ഇവൻ ഇന്നതേ ചെയ്യുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ വിഷയം സ്വയം ജഡ്ജ് ആവുന്നു എന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ പേരുകൾ മനസ്സിൽ ഓർമ്മയുണ്ടോ? അങ്ങനെ മനസ്സിലുണ്ടോ? പുറത്തു പറയണ്ട. ഉണ്ട്. അവരിപ്പോൾ ഉണ്ടോ? ഇപ്പൊ ലൈം ലൈറ്റിൽ വീഡിയോസ് ചെയ്യുന്നവരുണ്ടോ? എന്നാൽ ഞാൻ പറയുകയാണെങ്കിൽ അതിൽ പലരും ഇല്ല. എടുത്ത റിസ്ക് വളരെ വലുതാണ്. സോഷ്യൽ മീഡിയ ഒരിക്കലും നമ്മുടെ കോടതി അല്ല. അത് ഞാൻ എൻ്റെ വീഡിയോസും ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയസിനോടെ കോർട്ട് റൂം. നമുക്ക് പറയണ കാര്യത്തിൽ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന്, ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യാം. ചില സമയത്ത് ഇതിലെ കുറേ ഫോളോവേഴ്സ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന മെസ്സേജസ്, സ്റ്റോറീസ്, ചേട്ടൻ സൂപ്പറാ പൊളിയാന്ന് പറയുമ്പോഴേക്കും സ്വയം ഉള്ളിൽ എക്സൈറ്റഡ് ആയിട്ട് ഓരോരുത്തർ ചെയ്തു നോക്കും. പിന്നെ ഓഫ് കോഴ്സ് അവരുടെ കോണ്ടാക്ട്സ് തരുന്ന ധൈര്യം, നീ എന്തുകൊണ്ട് ചെയ്തു, ഞാൻ എൻ്റെ കൂടെ. ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള. ഇപ്പോൾ എൻ്റെ പാനൽ ഓഫ് അഡ്വക്കേറ്റ്സ് അവരാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, എടാ എന്ത് വേണമെങ്കിലും കേസ് വേണമെങ്കിലും ആയിക്കോ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. ന്യായമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാനല്ല ഈ രാജ്യത്ത് എന്ത് നടക്കണ്ടെന്ന് തീരുമാനിക്കേണ്ടത്. അതിനൊക്കെ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, ഗവൺമെൻറ് സിസ്റ്റം ഉണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് എന്ത് ഹെൽപ്പ് ഒരാൾക്ക് ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്തിട്ടുള്ളൂ ഇന്നേവരെ. പിന്നെ റിയാക്ഷൻ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പല സീരിയസ് ആയിട്ടുള്ള വിഷയത്തിലും റിയാക്ഷൻ ഞാൻ ഈ പറഞ്ഞ പോലെ തട്ടിപ്പിനെ കുറിച്ചല്ല സംസാരിച്ചത്. ഇപ്പം എനിക്ക് പറഞ്ഞത് മനസ്സിലായി. തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് കുറേ ആളുകൾ അവിടെ തട്ടിച്ചു, അവൻ സ്കാമുകൾ നടത്തി, അതൊക്കെ ഉണ്ട്. അഭിജിത്തിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിരുന്നു. ഓക്കെ, അഭിജിത്ത് കുറച്ചുകൂടെ ആധികാരികമായി സോഴ്സുകൾ കൊണ്ടുവന്ന് അതിന്റെ പുറകെ റിസർച്ച് ചെയ്തിട്ടാണ്. പക്ഷെ താങ്കൾ അങ്ങനെയല്ല, വ്യക്തികളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്, കണ്ടന്റ് എനിക്ക്
പറയണമെന്നുണ്ട്, പക്ഷെ ആ കണ്ടന്റ് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാല് ആ കണ്ടന്റിലുള്ള വ്യക്തി എന്നെ വിളിച്ച് ചീത്ത വിളിക്കും. കാരണം റീസെന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ എന്നെ വിളിച്ച് ചീത്ത വിളിക്കൂലല്ലോ, എന്നെ വിളിക്കുള്ളതല്ലേ. ജസ്റ്റ് എന്തെങ്കിലും തീർച്ചയായിട്ടും ഞാൻ പറയാം. നിങ്ങളുടെ ഇതില് തീർച്ചയായിട്ടും ജാസിയെ കുറിച്ച് ഭയങ്കര മോശമായിട്ടൊരു വ്യക്തി അധിക്ഷേപം നടത്താൻ എനിക്കത് എന്നെ ഒരു എനിക്കൊരു വ്യക്തി എന്ന നിലയിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളാണ്. അത് മാത്രമല്ല, പൊതുസമൂഹത്തിന് ലിയാസിന് ജീവിക്കാൻ അവകാശമുണ്ട്, എനിക്കുണ്ട്, ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ട്. ഈ പ്രകൃതിയിലെ വിഭവങ്ങളെല്ലാം ഈക്വൽ ആണ്. അതിൽ ഒരാൾക്ക് ഞാൻ പറയാം, താനെടുക്കുന്ന ശ്വാസത്തിന് അളവ് എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല, കൂടുതൽ എടുക്കാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ ഇനി വലിവുള്ള അസുഖമുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടി എടുക്കാം. ഞാൻ പറയണത് ഈക്വൽ ആണ് ഇവിടുത്തെ എല്ലാം. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പം നമ്മൾ ഒരാളെ അധിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ ആസ് എ പേഴ്സൺ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ 1-2 കാര്യങ്ങൾ, അതായത് ഒരെണ്ണത്തിനകത്തുണ്ടായിരുന്ന ഹിതം അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതായത് നമ്മളുടെ ഒരു സോഷ്യൽ മീഡിയയിൽ ജാസിയുടെ വീഡിയോസ് എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ ജാസിയുടെ വീഡിയോസ് ഇപ്പോൾ ഒരു 2-3 മാസം ഇട്ട് അല്ലെങ്കിൽ ഒരു മാക്സിമം ഡിസംബർ തൊട്ട് ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ചെയ്യാറില്ല. ഞാൻ ഒരിക്കൽ ചെയ്ത് ആളെ സപ്പോർട്ട് ചെയ്തിട്ട് അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ തെറിവിളി കിട്ടുകയാണ്. ഒരുപാട് തെറിവിളി, നീ അവനെ പോലെ, നീ മറ്റേതാണോ മറിച്ച് ഒരു പേര് വിളിക്കുമല്ലോ ഇയാളെ. ഞാൻ ഒരിക്കലും ആ പേര് എൻ്റെ വീഡിയോയിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ വീഡിയോസ് ജാസിനെ കുറിച്ചുള്ള നോക്കിക്കഴിഞ്ഞാൽ ട്രോളായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളൂ, അല്ലാതെ ഒരിക്കലും ചെയ്തില്ല. പിന്നെ ജാസി എന്താണ് പറഞ്ഞു വെച്ച് കൊളാക്കി വെച്ചേക്കുന്നത് അത് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഈ വ്യക്തി ഇതേ രീതിയിൽ തന്നെയുള്ള എത്ര ആൾക്കാരുണ്ട്? കുറേ പേരുണ്ട്. പേഴ്സണലി എനിക്കറിയാം, താങ്കൾക്കും അറിയാം കുറേ പേരാ. അവരാർക്കും ഇതുപോലത്തെ കോൺട്രവേഴ്സീസ് ഉണ്ടോ? ഇല്ല. So this guy is particularly doing all those things for the social media attention. ഇവിടെ ഇല്ലാത്തൊരു വ്യക്തിയെ കുറിച്ച് നമ്മൾക്ക് കൂടുതൽ സംസാരിക്കേണ്ട. പക്ഷേ അല്ല, നിങ്ങൾ അതിനകത്ത് ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കതിൽ അത് ഒരു ട്രോൾ പോലെ ഞാൻ പറഞ്ഞോളൂ. ചില കാര്യങ്ങൾ ഇപ്പോൾ ഹെലൻ്റെ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉള്ള സമയത്ത് ഹെലൻ വീഡിയോ ഇട്ടു, ഞാൻ കൃത്യമായിട്ട് ഞങ്ങൾ തമ്മിൽ കമൻറ്റ് ബോക്സിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്, ഞാനും ഹെലൻ സ്പാട്ടൊക്കെ ആയിട്ട്. എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ആ വീഡിയോയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണും. ആ സമയത്ത് ഞാൻ പ്രതികരിക്കേണ്ട രീതി പ്രതികരിച്ചു. ഒരു ഹോസ്പിറ്റലിൽ ഇഷ്യൂ വന്നപ്പോൾ കൃത്യമായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടായിരുന്നു. എനിക്ക് അതിൻ്റെ ഓഡിയോ റെക്കോർഡ് വരെ അന്ന് കിട്ടി. അന്ന് അതെല്ലാം എടുത്തിട്ടായിരുന്നു കുറേയും കൂടി നാറിയേനെ. പക്ഷെ വേണ്ട, ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു മീറ്ററിൽ ആൾക്ക് സൊസൈറ്റിക്കുള്ള ഒരുപാട് ഒരു സൈബർ അറ്റാക്ക് വരാത്ത രീതിയിൽ ഒരു മിനിമലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോവുക. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് എൻ്റെ ഫസ്റ്റ് ചോദ്യം. നിങ്ങളൊക്കെ ആരാണ്? കോടതിയാണോ? ഞങ്ങൾ കോടതിയൊന്നുമല്ല. ജോജുവിനകത്ത് ചോദിക്കുന്നത് നീയാണല്ലോ ഇവിടുത്തെ കോടതി. ഈ നാട്ടിലെ നിയമം കോടതി ഈ കാര്യത്തിൽ ഇടപെടത്തില്ലല്ലോ. ഒരു കേസ് കൊടുത്ത് എന്തെങ്കിലും ആവും, എന്ത് കുന്താവാൻ പോകുന്നില്ല ഇവിടെ. അങ്ങനെ ഒരു ഇവിടുത്തെ സിറ്റിസൺ അല്ലേ? അതെ. വിദേശ രാജ്യത്ത് താമസിക്കുന്നതല്ലേ ഉള്ളൂ. ഇടക്ക് പോയിട്ട് വരുന്നുള്ളൂ എവിടെയെങ്കിലൊക്കെ. ഇവിടെ തന്നെയല്ലേ? അങ്ങനെയാണ് നിയമത്തിന്. ഇവിടുത്തെ ഈ ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ച് നിയമത്തിന് കുറേ എന്താ പറയുക പരിമിതികളുണ്ട്. പക്ഷെ അതുപോലെ ഉണ്ട് അല്ല ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഏതൊരു സിനിമയ്ക്കകത്ത് ചോദിച്ചോലെ ഈ നിയമം പഠിക്കുന്ന വക്കീൽ ഒറ്റ പുസ്തകം വെച്ചിട്ടല്ലേ ഇവര് വാദിക്കും പ്രതിക്കും വേണ്ടി വാദിക്കുന്നത് ആണല്ലോ. അപ്പം അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ കുറേ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾ വിമർശനം എന്ന പേരിൽ ചെയ്യുന്നത് മുഴുവൻ ഷെയ്മിങ് ആണ്. ബോഡി ഷെയ്മിങ് ഉൾപ്പെടെ ഭയങ്കരമായിട്ടും വേർഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ പറയും പ്രസംഗിക്കാൻ. ഇപ്പം ഞാൻ പറയാം, നമുക്ക് നല്ല രീതിയിലും പ്രസംഗിക്കാം ഒരാളുടെ അടുത്ത്. അതായത് ഭയങ്കര എൻ്റെ ഇതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സിംബോളിക്കായിട്ട് പ്രസംഗിക്കാം. നമുക്കൊരാളെ അടിച്ചെടുത്ത് ശരണ്യ ആക്ച്വലി എന്റെ വീഡിയോസ് റെഗുലർ ആയിട്ട് കാണാറില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ, കണ്ടിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ ലാംഗ്വേജ് യൂസ് ചെയ്യാറില്ല. പക്ഷെ ചില സമയത്ത് ചില സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് ചില കണ്ടന്റിന് വേണ്ടി നമ്മൾ സംസാരിക്കേണ്ട വരും. കണ്ടന്റ് അല്ല, ഞാൻ ആക്ച്വലി ചില സമയത്ത് ഞാൻ കണ്ടന്റ് ആയിട്ട് കാണാറുള്ളൂ. മിക്ക സമയത്ത് നേരത്തെ പറഞ്ഞുള്ള ഹെൽപ്പ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് പലതും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ടും അവരുടെ ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിട്ടുള്ളതാണ്. ഒരു കുട്ടിയുടെ ഡിവോഴ്സ് ആയിട്ടുള്ള കുറെ പേരുടെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ പേര് കണക്ട്. അല്ല, അത് ഞാൻ പറയാം. ഒരു കുട്ടീനെ ഭയങ്കരമായിട്ട് ആളുകൾ കളിയാക്കി. ഇപ്പം നിങ്ങൾ എല്ലാരും കൂടെ ഒരുപാട് ഇതുപോലെ ഈ പറയുന്ന വ്ളോഗേഴ്സ് എന്നെ കോണ്ടാക്ട് ലേറ്റ് ആയിട്ട് അത് ഞാൻ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞത് ഉണ്ട് ഇല്ലാന്നല്ല. ലയക്ക് ഞങ്ങൾ ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ലയക്ക് ഈ സാധാരണ വ്ളോഗേഴ്സ് ചെയ്യുന്ന പോലെ അല്ല അലോമലൂസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഫേസിലിരിക്കുന്ന ആൾ ചെയ്യുന്നത്. ഞാൻ ലയനെ ഹെൽപ്പ് ചെയ്തു, സപ്പോർട്ട് ചെയ്തു, ഡെയിലി കോണ്ടാക്ട് ഉണ്ട്, വിളിക്കും, മെസ്സേജ് അയക്കും, കൃത്യമായിട്ടുള്ള കൗൺസിലിങ്ങും കൊടുത്തിട്ടുണ്ട്, സൈക്കോളജി വിത്ത് ഫ്രീ ഓഫ് കോസ്റ്റ്. അത് എടുത്തു പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിറ്റുവേഷനിൽ ചില വ്യക്തികൾക്ക് അത് നീഡാണെന്ന് തോന്നിയാൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് 2 കോണ ഇറക്കിയിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അതല്ല കോടതിയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടതിയല്ല ഒന്നുമല്ല. ഞാനൊരു സർട്ടിഫൈഡ് സൈക്കോളജിസ്റ്റ് പോലും അല്ല. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്നിട്ട് ഉപദേശം ചോദിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു കൗൺസിലറെ വേണമെങ്കിൽ ഞാൻ അത് അറേഞ്ച് ചെയ്യാം, അതിനുള്ള കോണ്ടാക്ട് ഉണ്ട് നമുക്ക്. അതായത് നമ്മുടെ ഒരു കമ്പനി ആയിട്ട് ഫോം ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ടീമിൽ ഇതെല്ലാം ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് മല്ലു എന്താ പറയാ, ഹലോ മല്ലു എന്ന് പറയുന്നത് ലൈക്ക് ഒരു കുറെ പേരുടെ ഒരു കൂട്ടായ മേ ബി ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു ഷാഡോ ഇട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അതിൽ ചിലപ്പോൾ എല്ലാ അഡ്വക്കേറ്റ്സ് ഉണ്ടാവാം, അങ്ങനെയൊക്കെ കിസ് ചെയ്തുള്ള അഡ്വക്കേറ്റ്സ് ഉണ്ടാവും, സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, ഡോക്ടേഴ്സ് ഉണ്ടാവും,
അച്ഛനെ നിങ്ങൾ എപ്പോഴും പറയും എനിക്ക് ഒരുപാട് തെളിവുകൾ കിട്ടി എന്നുള്ളത് പറയുന്നത്. എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയാറുള്ളൂ. അല്ല വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തുനിഞ്ഞിറങ്ങും. ഇപ്പം ഞാൻ അഭിജിത്തിന്റെ കാര്യം പറയാൻ അതാണ്, അഭിജിത്ത് അതിന് വേണ്ടിയിട്ട് തന്നെ നിൽക്കുന്ന ഒരാളാണ്. ലൈക്ക് അതങ്ങനെ ഒരു സ്കാം വന്നാൽ അതിൻ്റെ A to Z. അതായത് നിങ്ങൾക്ക് ഒരാൾ മെസ്സഞ്ചറിൽ വന്നിട്ട് ഇന്ന ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വേറെ ബോട്ട്സ് അന്വേഷിച്ചതിന് ശേഷം പബ്ലിഷ് ചെയ്യുന്നതാണോ? ഇത് ആക്ച്വലി ഞാനൊരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസ് പറയാം. അത് എനിക്ക് കുറെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു കേസാണ്. ചിത്രപ്രിയ മലയാറ്റൂർ ഒരു പെൺകുട്ടി മരിച്ചത് ഓർമ്മയുണ്ടോ? ലവർ ആയിരുന്ന ഒരു പയ്യൻ തലക്കടിച്ച് കരിങ്കല്ലോട്ട് അടിച്ച് കൊന്ന കേസ്. അധികമായിട്ടില്ല, എല്ലാവർക്കും അറിയാമായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. വീഡിയോ കാണുന്ന ഒരു 10 പേർക്കെങ്കിലും അതിലൊരു 5 പേർക്ക് മിനിമം അറിയാവും. ആ കേസിൽ ഫസ്റ്റ് ഈ ഒരു ഇഷ്യൂ ന്യൂസിൽ വന്നപ്പോഴേക്കും ഞാൻ ന്യൂസിനെ മീഡിയനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ വൈകുന്നേരം ആയപ്പോഴേക്കും അറൗണ്ട് ഒരു അത്യാവശ്യം നല്ല കൗണ്ട് കയറി. എനിക്ക് വൈകുന്നേരം തൊട്ട് കണ്ടിന്യൂസ് മെസ്സേജസ്, തെറിവിളികൾ, കാര്യങ്ങൾ. ഞാനിതിപ്പോൾ എന്താടാ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമോ? ചില സമയത്ത് മീഡിയനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് പറ്റും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് തിരുത്തി നിങ്ങൾ ഞാൻ തിരുത്തിയിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തത് ഒരാൾക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ കാണുന്ന ഒരാൾക്കും അറിയില്ല. ഇവരുടെ ഫാമിലിയിലുള്ള കണക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആൾക്കാരുടെ അടുത്ത് അന്ന് രാത്രി പിറ്റേ ദിവസം രാത്രി ഉറക്കമില്ല. ഞാൻ ഉറങ്ങിയിട്ടില്ല. പിറ്റേ ദിവസം കാലത്ത് എനിക്ക് ഷിഫ്റ്റിന് പോകണം 7 മണിക്ക്. ഞാൻ അന്ന് ഉറങ്ങാതിരുന്ന് ഫുൾ എല്ലായിടത്തും സംസാരിച്ചു. അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ട്, കസിൻസൊക്കെ കാണുന്നുണ്ട്, അവർക്കറിയാം. എന്നെ തെറി വിളിക്കാൻ വിളിച്ച ആളുടെ അടുത്ത് പോലും ഞാൻ സംസാരിച്ച് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. അവരുടെ ഹോസ്റ്റലിലുള്ള ഫ്രണ്ട്സ്, ബാങ്ക്, ഈവൻ പോലീസൊക്കെ ആ സമയത്ത് അവിടെ തെളിവെടുക്കാനൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കാം. ആ സമയത്ത് തന്നെ ചിലപ്പോൾ ചില സമയത്ത് അതിന് മുമ്പ് ആയിട്ടും അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ആയിട്ടും സംസാരിക്കും. ചില കുട്ടികളുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പാരൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പോലീസിൻ്റെ അടുത്താണെങ്കിൽ തുറന്ന് പറയാൻ മടിയുള്ള പല കേസുകളുണ്ടാവും. ഞാൻ എൻ്റെ ഒരു സംസാര രീതി അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഞാൻ പറയും, വെരി പേഴ്സണൽ ആണെങ്കിൽ പ്ലീസ് ഡോണ്ട് റിവീൽ എനിത്തിങ് ടു മീ. നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്തോ മറ്റോ പറയാം, അല്ലാന്നുണ്ടെങ്കിൽ പറയാമെന്ന് പറയും. ഇങ്ങനെ പല കാര്യങ്ങൾ പെൺകുട്ടികൾ, ചിത്രപ്രിയയുടെ കേസിൽ പെൺകുട്ടികൾ തന്നെ കൂടുതലും കോൺടാക്ട് ചെയ്ത് ആ പെൺകുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ആ കുട്ടിയുടെ ക്യാരക്ടർ. സോ എൻ്റെ അടുത്ത് അവരെ ഫാമിലിയിലുള്ളവർ പറഞ്ഞത് ഒരുപാട് മോശമായിട്ട് ഈ മീഡിയ വിട്ട ന്യൂസ് കാരണം ഒരുപാട് മോശമായിട്ട് ആ പെൺകുട്ടീനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയെങ്കിലും ആൾക്കാരെ പറഞ്ഞത് മനസ്സിലാക്കാൻ പറയും. എൻ്റെ ഒരു ഒറ്റ എഫോർട്ട് ഞാൻ എടുത്തിട്ട് 2-3 ദിവസം കണ്ടിന്യൂസ് വീഡിയോ ഇട്ട് ആ ഒരു ചീത്തപ്പേര് ഒരുമാതിരി ഞാൻ ഇല്ലാണ്ടാക്കി. എന്നുവെച്ചാൽ അങ്ങനെയല്ല, ഇതാണ് സത്യം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതിനുശേഷം എങ്ങനെയായിരിക്കും ആ ഒരു മർഡർ നടന്നതെന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത്, ലൈക്ക് ഇത് വലിയ കഴിവൊന്നുമല്ല. ഞാനിരുന്ന് ഇവരെല്ലാവരും പറയണ കാര്യങ്ങളും ഡീറ്റെയിൽസും എൻ്റെ ഫ്രണ്ട്സ് ആ ലൊക്കേഷനിൽ പോയി ഫോട്ടോസ് എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബോഡി റിക്കവർ ചെയ്ത സ്ഥലത്ത് ഇതെല്ലാം നോക്കുന്നു. ആ വഴിയിൽ ബസ്സിൽ റൂട്ടിൽ ട്രാവൽ ചെയ്ത ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരവിടെ നിന്ന് ഈ ലൊക്കേഷനിലേക്ക്, മരിച്ച ബോഡി കിടന്ന ലൊക്കേഷനിലേക്കുള്ള വിസിബിലിറ്റി, അതിൻ്റെ ഡിസ്റ്റൻസ് ഇതെല്ലാം പറഞ്ഞുതരും. സോ ഇതൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എൻ്റെ ഒരു വേർഷൻ കൊണ്ടുവന്നു. ആ ഒരു 2 പാർട്ടായിട്ട് ആ വീഡിയോ ഇട്ടത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് പല റിയാക്ഷൻ ബ്ലോഗ് ചെയ്യുന്നവരും ആ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഇൻസ്റ്റയിൽ മാത്രമേ പറഞ്ഞു മാസത്തിൽ ഒരു സാധനം ഇങ്ങനത്തെ ഒരെണ്ണം പിടയ്ക്കുള്ളൂ, ബാക്കിയുള്ളതൊക്കെ സാധാരണ ഇതുവരെ ജാസി ഇങ്ങനെ കൊച്ചു അങ്ങനെയൊക്കെ ഇട്ടാണ് പോകും. അല്ല എനിക്ക് ഇച്ചിരി അരി വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് നന്ദിയുണ്ട് മോനെ. അല്ല ഞാനത് ചോദിക്കാൻ കാരണം ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത് ഇപ്പം നിങ്ങൾ വന്നതുകൊണ്ടാണ് ഞാനിത് ചോദിച്ചത് കേട്ടോ. പലപ്പോഴും ഞാനത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വ്യക്തിക്ക് നിങ്ങളെ കണ്ടപ്പോൾ തോന്നിയ കാര്യം അതാണ്. ഞാൻ നമ്മൾ ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ റിയാക്ഷൻ വീഡിയോയുടെ കേസിലും എനിക്ക് തോന്നുന്നു ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആക്ച്വലി ഇത് ഇങ്ങനെയല്ല ഇതിന്റെ സ്ട്രക്ചർ. ഇതൊക്കെ ആരൊക്കെയോ ചേർന്ന് ഇങ്ങനെ ആക്കിയതാണ്. ഇതിനൊരു കൃത്യമായിട്ടൊരു രീതി ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിഹത്യ, ഒരാളെ ബോഡി ഷെയിം ചെയ്യുക, ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ബട്ട് ഇഫ് നീഡഡ് ആ ഒരാൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, പെരുമാറണമെന്നുണ്ടെങ്കിൽ കോഴ്സ് നമുക്കും ചെയ്യാം. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അയാൾക്ക് എന്ത് തോന്നിയ ദിവസം പറയാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മീറ്ററിൽ നിന്നിട്ട് നമ്മുടെ ഡിഗ്നിറ്റി, നമ്മുടെ നിലയും വിലയും കളയാത്ത രീതിയിൽ എന്ത് വേണമെങ്കിലും പറയാം. അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഈ റിയാക്ഷൻ വീഡിയോയിലേക്ക് വന്നത് പോലും എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് ആ ഒരു ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് വന്ന് എനിക്കറിയാം. നമ്മൾ ഫസ്റ്റ് മെസ്സേജ് അയച്ചത് എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞു നാട്ടിൽ വരുമ്പോൾ തന്നു. ഞാൻ പറഞ്ഞു അത് ഞാൻ നോക്കട്ടെ. ആ വീഡിയോ 2 ദിവസം കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അല്ല അത് എനിക്ക് പേഴ്സണലി ആ ഒരു സീൻ പറഞ്ഞ് നിങ്ങൾ മെസ്സേജ് ഇങ്ങനെ ഒരു ഇതിട്ടപ്പോൾ ഞാനിങ്ങനെ റാൻഡമായിട്ട് നിങ്ങൾ ആരോ എന്തോന്ന് അറിയില്ല, ഒരാളുടെ പ്രശ്നം കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഞാൻ അങ്ങനെ ഒരാളാണ്, അല്ലെങ്കിൽ വിഷമം. പക്ഷേ അന്ന് തന്നെ എൻ്റെ ക്യാരക്ടർ പിടിച്ചിട്ട് അന്ന് വാട്സ്ആപ്പ് നമ്പർ എടുത്ത് ഇടയ്ക്കെങ്കിലും നമ്മൾ ചാറ്റ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണേൽ പറയണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു സത്യം. അതായത് ഒരാള് കൈവിട്ട് പോകുന്നൊരവസ്ഥയുണ്ട്. നമ്മൾ മനുഷ്യൻ കൈവിട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം ഞാനിത് ചിന്തിക്കുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് പിച്ച് നോക്കേണ്ട അവസ്ഥ. കാര്യം ഫുള്ള് ലോസ്റ്റായിരുന്നു. 1 മാസത്തോളം 2 മാസം ഞാനിത് വേറെ എവിടെ പറഞ്ഞിട്ടുണ്ട്. 2 മാസത്തോളം എങ്ങും പോകാണ്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ ഇരിക്കും. ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഡിപ്രഷൻ അടിച്ച് എൻ്റെ നാട്ടിലേക്ക് എങ്ങനെയൊക്കെ ഉണ്ടാകുമോ, ഞാൻ ഫ്ലൈറ്റിൻ്റെ കാർഗോ കയറിയെങ്കിലും വരാം. ആ അവസ്ഥയായി പെട്ട്. പിന്നെ അവിടെ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട്, അവൻ്റെ പേര് എനിക്ക് പറയാൻ തന്നെ തോന്നുന്നുണ്ട്, എനിക്ക് എപ്പോഴും അവൻ്റെ പേര് പറയാൻ തോന്നുന്നു, ഫഹീം മെഹറൂഫ് എന്ന് പറയും, ട്രാവലറാവും.
അവൻ വന്നിട്ട് പറഞ്ഞു നീ ഇവിടെ ഇരിക്കില്ല, നീ അങ്ങടെയും പോകും, ഇവിടെ ഇരുന്നതിന് ഒന്നില്ലെങ്കിൽ നീ വല്ലതും ചെയ്തു എന്ന് പറഞ്ഞു. അന്ന് ഒരു ഇറക്കം ഇറങ്ങിയതാണ്. ബാഗും തൂക്കി ഒരു 10-20 കിലോയുടെ ബാഗും തൂക്കി 5-8 രാജ്യങ്ങൾ നട്ടെന്നങ്ങ് നിരങ്ങി. തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോഴേക്ക് സ്വഭാവം മാറി. കുറേ പുതിയ വ്യക്തികൾ അവരുടെ അനുഭവങ്ങൾ പഠിച്ചു. അതൊന്നും നമ്മുടെ നാട്ടിലുള്ള മലയാളീസ് അല്ല. US ഒരു ലേഡിയൊക്കെ ഉണ്ട്, അവരുടെ കാലൊക്കെ ഫ്രാക്ചറായെന്ന് വെച്ചാൽ ഒടിഞ്ഞ പോലെ ആയി. ആ സമയത്തൊക്കെ മെഡിസിൻ തന്ന. തിരിച്ചെത്തിക്കഴിഞ്ഞാൽ വെച്ചാൽ റിയാക്ഷൻ വീഡിയോ, അതിന് മുമ്പാണ് മറ്റേ വീഡിയോ ഞാൻ ചെയ്തിട്ടത്. എനിക്ക് തോന്നുന്നു എൻ്റെ വെരി ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ പോലെ ഒന്ന് വൈറലായത് അതായിരിക്കും. അത് പേഴ്സണൽ ഇഷ്യൂ. അതെന്തായിരുന്നു ഇപ്പൊ പുറത്ത് പറയാൻ പറ്റുന്നതാണെങ്കിൽ ചെറിയതായിട്ട് നിങ്ങൾ പുറത്ത് പറയാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഞാൻ എൻ്റെ ഇതിൽ തന്നെ എന്താ പറയുക ഇൻസ്റ്റയിൽ തന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കുറേയൊക്കെ. അതൊന്നും ആരെയും മോശപ്പെടുത്താത്ത രീതിയിലാണ് ഇട്ടേക്കണേ. ബിക്കോസ് രണ്ടുപേരുടെ കൺസെൻറ്റോട് കൂടി, ഇനി ഒരാളുടെ കൺസെൻറ്റോട് കൂടി ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരാളുടെ താല്പര്യത്തിൻ്റെ പുറത്ത് ഡിവോഴ്സ്ഡ് ആണെങ്കിൽ പോലും നമ്മളവിടെ ഒരു ബന്ധം പിരിഞ്ഞ് ഒരു 2 മാസമൊക്കെ നമുക്ക് അതിൻ്റെ ഒരു സ്ട്രെസ്സും പ്രഷറൊക്കെ ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, വൈരാഗ്യം ഉണ്ടാവും. ആ സമയത്താണ് ഞാൻ ഈ ട്രാവൽ ചെയ്തത്. അത് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഞാൻ ഓക്കെ. അതിന് മുമ്പാണ് ഈ പറഞ്ഞ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയുടെ സമയത്തൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ് ഇത്. അല്ല, നിങ്ങളത് കുറച്ചുകൂടെ ഹാർഷായിട്ടായിരുന്നു? ഇല്ല, അന്ന് ഞാൻ ഹാർഷായിട്ടല്ല ഒരിക്കലും സംസാരിച്ചത്. എൻ്റെ സിറ്റുവേഷൻ ആയിരുന്നു അത്. അത് ഇത് എത്ര പേര് ഇതുപോലെ കണക്ട് ആയിട്ടുണ്ടാകുന്ന എനിക്കറിയില്ല. ഡിവോഴ്സ് ആയി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വരുന്നൊരു ഇഷ്യൂ തന്നെയാണിത്. ഒരു കാര്യമില്ലാത്ത എല്ലാവരും വന്നിട്ട് നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ട് പോകും. അവരെയൊക്കെ വർത്താനം കേട്ടതും നമ്മുടെ ബെഡ്റൂമിൽ ഇവന്മാരെ കസേരയും കൊണ്ടുവന്ന് ഇരുത്തിയേക്ക് കയറുന്നത്. ആ രീതിയിലുള്ള വർത്താനം പറഞ്ഞോളാണ്. അവൻ പിരിഞ്ഞതില്ല, അവള് മറ്റേത് കണ്ടുപിടിച്ചിട്ടാട്ടാ. ഞാൻ 2-3 നേരത്തെ ചോദിച്ചിട്ടുണ്ട്, നീ കണ്ടിട്ടുണ്ടോ? അത് ഇല്ല. നീ എന്നാ കണക്കണേന്ന് ചോദിക്കും. ചുമ്മാ വന്നിരുന്ന് പറയും. അവസാനം അതൊക്കെ സഹിച്ച പ്രഷറും സഹിച്ച് അങ്ങോട്ട് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ ഒരു കസിൻ തന്നെ, ലൈക്ക് കസിൻ ഫ്രണ്ട്, അതുപോലെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, എൻ്റെ പൊന്നു ബ്രോ ഈ ഒരു സാധനം കണ്ടോ, സാധനം വേണ്ടി ഞാൻ കാണിച്ചു തരാം, ക്യാമറ കാണിക്കാണ്ട്. എനിക്കിപ്പോഴും ഞാൻ എടുത്ത് വെച്ചേക്ക കാര്യം. ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ മോട്ടിവേഷൻ, ഇവരേ അറ്റ് കൽവാസ്കര എന്നുള്ള സാധനം വരും. എന്താണ് ആ സമയത്ത് ഇല്ലാത്ത ദൈവങ്ങളെയൊക്കെ വിളിക്കുന്നേ. ഒരു 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 സാധനത്തിൻ്റെ അകത്തുള്ളൊരു ഫോട്ടോ. ഞാനിത് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി കാര്യം. ഓക്കെ, പിന്നെ അവരുടെ പേഴ്സണൽ ലൈഫ്, ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടം, നമ്മൾ നല്ലവരൊന്നുമല്ല, എല്ലാ കുരുത്തക്കേടും ചെയ്ത് വന്നേക്കണല്ല. പക്ഷെ എൻ്റെ അടുത്ത് ഈ ആൾ വന്ന് എന്നോട് ഇത് പറഞ്ഞ ആൾ വന്ന് പ്രസൻറ്റ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരുന്നു. നോർമലായിട്ട് പറഞ്ഞാൽ മതി, ബിക്കോസ് ഇറ്റ്സ് ഓൾ ലൈക്ക് നോർമൽ. ഇതെല്ലാം ഞാൻ ഈ ഉദ്ദേശിച്ച എൻ്റെ മനസ്സിലുള്ള കാര്യം നോർമലാണ്, ഒരു മോശപ്പെട്ട കാര്യം വൃത്തികേടൊന്നുമല്ല. പക്ഷെ എൻ്റെ അടുത്ത് ഇയാൾ വന്ന് പറയുന്നത് മോശപ്പെട്ട രീതിയിലാണ്. അപ്പോൾ എനിക്കത് ഹേർട്ടായി. പിന്നെ 2-3 പേര് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കുമാണ് ഞാൻ ആ വീഡിയോ ഇട്ട്, ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയി, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, ഇയാൾ എന്തോ ചെയ്യണത് ഇതാക്കണം. എൻ്റെ കാര്യം അതുവരെ ഞാൻ ഡിവോഴ്സിൻ്റെ കാര്യം പോലും സോഷ്യൽ മീഡിയയിൽ എങ്ങും പറഞ്ഞിട്ടില്ല. പറയാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ പ്രൈവസി, എനിക്ക് എൻ്റെ പ്രൈവസി. നമ്മളെ നാട്ടിൽ ഒരു ഹസ്ബൻഡും വൈഫും അല്ലെങ്കിൽ ഒരു കപ്പിൾസ് തമ്മിൽ പിരിയണം, നാട്ടുകാരെ മൊത്തം അറിയിക്കേണ്ട ഒരു ആവശ്യമില്ല. അതിൽ നിന്നാണ് ഞാൻ ഈ മറ്റേ പരിപാടി നിർത്തിയത്. കല്യാണം കുറേ പേരെ വിളിച്ചിട്ട് ഫുഡും കഴിച്ച് പല്ലിൻ്റെ ഇടയിൽ കുത്തി പുറത്തുനിന്ന് കുറ്റം പറയണ പരിപാടി. ഞാൻ അതോടുകൂടി അത് വെറുത്തു പോയത്. ഒരു കാര്യമില്ല. അവരവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരവർ ഒരുമിച്ച് ഇരിക്കുക, വർക്കൗട്ട് ആവില്ല തോന്നി പിരിയുക, ദാറ്റ്സ് ഇറ്റ്. അതിന് മറ്റുള്ളവർ ജഡ്ജ് ചെയ്യാൻ വന്നാൽ വൃത്തികെട്ട മലയാളികളുടെ സ്വഭാവം നിർത്തേണ്ടത്. യൂറോപ്പിലൊന്നും ഇങ്ങനെയൊന്നും ഇല്ല സായിപ്പന്മാർ. എൻ്റെ ഒരു മുതലാളി ഉണ്ടായിരുന്നു, പുള്ളി ഡിവോഴ്സ് ആയിട്ടില്ല ഇപ്പോഴും. കൊച്ചുള്ളതിൻ്റെ പേര് ലീഗലി ഡിവോഴ്സ് ആവാണ്ട് ആ ലേഡി ലാറ്റ്വിയനും ഇയാൾ സ്വീഡനും പറഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോൾ ഇയാൾ ലാറ്റ്വിയനും ആ ലേഡി സ്വീഡനും പോയി. അവരങ്ങോട്ട് പോയി കൊച്ചിനെ കൊണ്ട്. അവർക്കൊരു പരാതിയില്ല, ഇയാൾ തോന്നിയ പോലെ ജീവിക്കുക. ഇതൊക്കെയാണ് ലൈഫ്. അത് അന്ന് ആ ഒരു ഇഷ്യൂലാണ് നമ്മൾ. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, ഡിവോഴ്സ് ആയി, എനിക്കിനി അവർ ചെയ്യുന്നതിൽ ഒരു ഉത്തരവാദിത്തമില്ല. ഇത് നമുക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവരും മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു നിരന്തരം. ഞാൻ ആ സമയത്ത് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ടോട്ടൽ ആളുകൾ അങ്ങനെയാണ്. ഞാൻ അങ്ങനെ അല്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ടാണ് എനിക്കിത് പെട്ടെന്ന് ഹേർട്ട് ചെയ്തത്. ഞാൻ ഒരാളുടെ കാര്യത്തിൽ ഇടപെടാറില്ല. ഇപ്പൊ ഇവിടെ നിന്നായിരുന്നു നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് നിങ്ങൾ അവിടെ ജോലിക്ക് പോയി നിന്നതായിരുന്നു? അല്ലല്ല, ഞാൻ എൻ്റെ MBA ചെയ്യാൻ വേണ്ടി പോയതാ. എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണെന്ന് 4-5 കിലോടെ ഫയൽ തന്നെ എൻ്റെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പോകും. ഓ, അങ്ങനെ പഠിക്കാൻ പോയതാ? അവിടെ വെച്ച് കല്യാണം കഴിച്ചു? അല്ലല്ല, ഇവിടെ തന്നെ. പക്ഷെ അവരിപ്പോ എനിക്ക് തോന്നുന്നു അവരിപ്പോ സെറ്റിൽഡ് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ചെയ്യും. അല്ല, ഞാൻ ചോദിച്ചു ഇവിടുന്ന് സെറ്റിൽഡ് ആയിട്ട് പോയവരാ? അല്ല, ഇവിടുന്ന് മാരേജ് കഴിഞ്ഞ് ഒരു 1 to 2 months അവിടെ പോകുന്നു. പിന്നെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പേഴ്സണൽ കാര്യവും. പക്ഷെ ഞാനിവിടെ ഇടപെടാൻ കാര്യം എന്താ വെച്ചാൽ, ഇത് മറ്റുള്ളവർ വേറെ രീതിയിൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് പറയേണ്ട വന്ന്. കാര്യം എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഒരാളുള്ളപ്പോഴാണ് എല്ലാവർക്കും എളുപ്പം. സോഷ്യൽ മീഡിയയിൽ ഹലോ മല്ലൂസ് എന്ന് പറഞ്ഞ പേജിൽ ഇങ്ങനെ ഒരു വ്യക്തി ഇരിക്കുന്നു, അയാളുടെ റിലേഷനായിരുന്നു ഇത്, ഈസിയാണ്, അവൻ അത് ചെയ്തു. ഇത് ഞാൻ ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ എനിക്ക് വലിയ ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോ അപ്പോൾ കുത്താൻ തുടങ്ങും. അതല്ലെന്ന് എൻ്റെ ഒരു കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് പറയേണ്ട വന്നോടോ.
പക്ഷെ ഇപ്പോഴും ഞാൻ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് ലൈഫ് അങ്ങോട്ട് മുമ്പോട്ട് പോയി. നമ്മൾ ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരുപാട് പേരുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ എൻ്റെ അടുത്ത് അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കാം. നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് പേരെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഈ ഒരു ഫേസിൽ കൂടി പോകുന്നവരെ റെസ്പെക്റ്റ് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാൻ, ഏത് എക്സ്ട്രീം വരെ പോയി സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരു പരിധി വരെ എന്നെ കൊണ്ട് പറ്റുന്നത്. കാരണം പേഴ്സണൽ ലൈഫിലേക്ക് എനിക്ക് കയറുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, എന്നാലും പറഞ്ഞു കൊടുക്കാറുണ്ട്, പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പല കേസസും വരുമ്പോൾ, ആ കേസുകളിലൊക്കെ വരുമ്പോൾ എൻ്റെ എന്തോ ഭാഗ്യത്തിന് ഇമോഷണലി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ അതിൻ്റെ അത് ഉണ്ടാവും. ഈ റിഫ മെഹനുവിൻ്റെ കേസ്, ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് അന്ന് രാത്രി ഞാൻ ടെറസിൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്നപ്പോൾ ഖത്തറിൽ എനിക്കിതിലൊന്നും വിശ്വാസമില്ല, എന്നാലും ഒരു പ്രത്യേക ഫീലായിരുന്നു ആ സമയത്ത്. അന്ന് നൈറ്റ് ഇരുന്ന് ആ വീഡിയോ ചെയ്തു. പിറ്റേ ദിവസമായപ്പോഴേക്കും റിഫയുടെ ബ്രദറാന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ പോയി. പക്ഷെ പിന്നീട് അത് എന്നിൽ നിന്ന് അങ്ങോട്ട് സാധനം മാഞ്ഞു പോയി എന്നുള്ളതാണ്. പിന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ തന്നെ പേഴ്സണലി പുറം ലോകത്ത് അറിയിച്ചൊരു കേസുണ്ട്. അതും അത്യാവശ്യം എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. എൻ്റെ പ്രൊഫൈലിൽ തന്നെ അല്ല കേട്ടോ, അത്യാവശ്യം എല്ലാവർക്കും ആ വീഡിയോസ് കണ്ടിട്ടുള്ള ഒരു ഗൗതം ജോഷി എന്ന് പറഞ്ഞ ഒരു പയ്യൻ മാൾട്ടയിൽ വെച്ച് ആത്മഹത്യ ചെയ്തതാണ്. അത് ആക്ച്വലി ആത്മഹത്യയിലേക്ക് എത്തിച്ചതാണത്. അതിന്റെ കംപ്ലീറ്റ് സ്റ്റോറി എനിക്കറിയാം. ആ സ്റ്റോറി അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ 108 BNS 108 ആത്മഹത്യാ പ്രേരണ കുറ്റം കറക്റ്റ് അല്ലേ? അതെ, അതെൻ്റെ മേലെ വരും. കാര്യം അവിടെ വേറെ സൈഡിൽ ഒരാൾ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കും. ഡ്രാമയാണ് എല്ലാം, നന്നായിട്ട് അറിയാം. അതെനിക്ക് ആ ഒരു ഇഷ്യൂ എനിക്ക് ഓർമ്മയുണ്ട്. ആ പയ്യന്റെ സ്റ്റോറി എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരുപാട് പേരിട്ടുണ്ടായിരുന്നു. ഈവൻ ആക്ടേഴ്സ്, നമ്മുടെ മലയാളത്തിൽ തന്നെയുള്ള കുറെ ആക്ടേഴ്സ് എല്ലാവരും ആ സമയത്ത് ആ ഒരു റീലിലൊരു ഇന്ററാക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. എനിക്കത് മനസ്സിലായത് എല്ലാവരും അങ്ങോട്ട് ഏറ്റെടുത്ത സാധനം. അതെന്തായിരുന്നു ശരിക്കും അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്? കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഇവിടുന്ന് ജോലിക്കാണെങ്കിലും പഠിക്കാനാണെങ്കിലും പോകുന്നുണ്ടല്ലോ. അപ്പം പലപ്പോഴും അവിടെ ചെന്നിട്ട് പല രീതിയിൽ നിങ്ങളുടെ ഇതിനകത്ത് ഈ കഴിഞ്ഞ അതാണ് ഞാൻ പറഞ്ഞ അഹിതം അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അവിഹിതം അപരാധം, അതാണ് എനിക്കത് പറയാൻ പറ്റില്ലല്ലോ, സോറി, ക്ഷമിക്കണം. അതൊക്കെ ബീപ്പിട്ടോളൂലേ അല്ല സാധനം. അത് ഒരു ദിവസം രാത്രി ഞാൻ വെറുതെ ബോറടിച്ചിരുന്നപ്പോൾ ഏതോ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരുന്ന സമയത്ത് എനിക്കൊരു ഓഡിയോ മെസ്സേജ്, ഞാൻ ഓൾമോസ്റ്റ് എല്ലാ മെസ്സേജസും നോക്കാറുണ്ട്. ഞാൻ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ ഹായ് ഒന്നും ഞാൻ നോക്കാറില്ല. കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കും. ഒരു പെൺകുട്ടി കരഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നത്, ചേട്ടാ ഞങ്ങളിവിടെ പെട്ട് കിടക്കുക, ഞങ്ങളെ കുറേ പേരും തല്ലുന്നു, അതാണ്. ഞാൻ പെട്ടെന്ന് ഞാനിപ്പോൾ വീഡിയോ ഒക്കെ നിർത്തി വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് നോക്കി എന്താ സംഭവം എന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ 2-3 വീഡിയോസ് അയച്ചിരാന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് അയച്ചു. വീഡിയോ അയച്ച് നോക്കുമ്പോൾ TV ഒക്കെ എടുത്ത് ഒരുത്തന്നെ അടിക്കാൻ പോകണം പെൺപിള്ളേരെ. ഇവിടെയാണെങ്കിൽ അത് പറ്റുമോ? അവൻ അപ്പം അകത്താ, എങ്ങനെയെങ്കിലും അകത്ത് പോകും. പോലീസുകാർ പിടിച്ചിട്ട് പിറ്റേ ദിവസം ഇറങ്ങി പോന്നാലും കുഴപ്പമില്ല, അകത്ത് പോവും. ഇതൊന്നുമില്ല, തോന്നിയ മാസം. എന്നുവെച്ചാൽ എന്താ സംഭവം? അപ്പം ഞാൻ കാണുന്ന എൻ്റെ ഉള്ളിലുള്ള ഇമേജ് 2 പെൺകുട്ടികൾ ആരോ ചേർന്ന് ഉപദ്രവിക്കുന്നു. ഞാനിത് അവരുടെ അടുത്ത് ഡീറ്റെയിൽസ് ഫുള്ള് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ റൂമിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്താണ്, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി ഇറങ്ങിപ്പോന്ന് പറയുന്നത്. പക്ഷെ എന്താ പ്രശ്നം ഉണ്ടായത് പറഞ്ഞു, അത് ഞങ്ങൾ മാൾട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മാൾട്ടേനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ കാണാം. ഇതുപോലത്തെ അവരാതം പിടിച്ചൊരു രാജ്യമില്ല എന്നുള്ള രീതിയിലാക്കി വെച്ചേക്കാം മലയാളികൾ, ഇന്ത്യൻസ്. അത് മാൾട്ടയുടെ കുഴപ്പമല്ല. ഞാൻ മാൾട്ടയ്ക്ക് പോകുന്ന ഒരു വ്യക്തി, അടിപൊളി കൺട്രി, അത് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ആരൊക്കെയോ ചേർന്ന് ഇങ്ങനെ ആക്കി വെച്ചേക്കാം. എന്ന് വെച്ചാൽ നല്ല മലയാളീസ് ഉണ്ട് കേട്ടോ. ഞാനതൊരു ചുരുങ്ങിയ ശതമാനത്തിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഈ മോശപ്പെട്ട വ്യക്തികൾ, നല്ല വ്യക്തികൾ ഒരുപാട് പേരുണ്ട്, വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ സംഭവിച്ചത്, ഈ പെൺകുട്ടികൾ ഇങ്ങനെ വന്ന് പറഞ്ഞു. നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കേൾക്കണമല്ലോ. ഇപ്പോഴത്തെ മറ്റേ നേരത്തെ സ്വയം ജഡ്ജിമാരുടെ ഒരു പരിപാടി ഇതാണ്, ഒരു സൈഡേ കേൾക്കുള്ളൂ. എന്നിട്ട് വെക്കടാ തീർക്കടാ അവനാന്ന് പറഞ്ഞിട്ട് ഇനി ഇല്ല അവനുള്ള രീതിയിലുള്ള സ്റ്റോറി, ഇനി ഇല്ല അവ തീർന്ന് സാറേത്. ഞാൻ ഈ സാധനം നേരെ അവരെ കോണ്ടാക്ട്, ഞാൻ ഒരു സ്റ്റോറി ഇട്ട്, എനിക്ക് കുറച്ച് ഇങ്ങനെ വീഡിയോസ് ഇട്ടുണ്ട്, ഇങ്ങനെയാണ് സംഭവം, ആൾട്ടയിൽ നടന്നൊരു ഇഷ്യൂ ആണ്. പിന്നെ അവിഹിതം കുറേ കഥകളൊക്കെയാണ് കേൾക്കണം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തോ, ഞാൻ നാളെ മറ്റന്നാളൊക്കെ ഞാൻ പുറത്തിടുമെന്ന് പറഞ്ഞു. ചുമ്മാ ഒരു ഹുക്കപ്പ് കൊടുത്താണ്. പേടിയുള്ളവനുണ്ട് അപ്പോൾ അവിടെ നിന്ന് പുറത്ത് ചാടുമല്ലോ. എന്നെ ഓപ്പോസിറ്റ് സൈഡിലെ ടീമുകൾ കോൺടാക്ട് ചെയ്തു. ഈ പെൺപിള്ളേരെ ആദ്യം പറഞ്ഞത് അതിലൊരു പയ്യനും ചെക്കനും കൂടി അവിടെ എന്തോ ഇല്ലീഗലായിട്ട് താമസിക്കുന്ന, ഒരു ഡിവോഴ്സ്ഡ് അല്ല, ആ പെണ്ണിൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനത് ഇങ്ങനെ എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യുന്ന അടുത്ത് പറയുമ്പോൾ എൻ്റെ പൊന്നായിട്ട് അതിവിടെ കുറേ ഉണ്ട്. ഇതുപോലെ ഭാര്യയുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, നാട്ടിൽ വേറെ ഉണ്ട്, കാമുകനുണ്ട്, അത് വേറെ ഉണ്ട്, ഇങ്ങനെ കുറേ കഥകളുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ആക്ച്വലി നിങ്ങളുടെ ഈ അവിഹിതത്തിൽ ഇടപെടാനല്ല താല്പര്യം, ഒരു താല്പര്യമില്ല, ഈ വക ഷിറ്റ് കേസിലൊന്നും ഞാനില്ല. ഈ പെൺപിള്ളേരെ ഒരു ഇഷ്യൂ അത് ഭയങ്കര മോശമായി, അത് മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഏതൊക്കെയോ മാൾട്ടയിലെ ഏതോ ഉൾഗ്രാമത്തിൽ കിടക്കുന്ന ടീമുകൾ ഉൾപ്പെടെ വന്നിട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അതാണ് ഇത് മറ്റേതാണെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് അങ്ങടെ അവിഹിതം, അവിടുന്ന് ഇങ്ങടെ അവിഹിതം. ഞാൻ എൻ്റെ രീതിക്കൊന്ന് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ പെൺപിള്ളേർക്ക് അങ്ങനെ വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഈ
അവിഹിത ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല, തെളിവുകളൊന്നുമില്ല. തെളിവുകളുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് നമുക്ക് ഇടാല്ല. മറ്റുള്ളവർക്കെതിരെയുള്ള വെർബലി ആണെങ്കിൽ എല്ലാവരും ഐഡൻറ്റിറ്റി ഉള്ള പ്രൊഫൈലിൽ നിന്ന് തന്നെയാണ് മെസ്സേജ് അയച്ചത്. സോ എനിക്ക് കുരു കൂട്ടിയിട്ട് ഞാൻ നേരെ ആ പ്രൂഫ് ഒന്ന് ബ്ലർ ചെയ്ത്, ഇവർ ഐഡൻറ്റിറ്റി കാണിച്ചില്ല, പേരില്ല, സൗണ്ടില്ല, ഒന്നുമില്ല, കാര്യം പറഞ്ഞിട്ടു. അത് റീച്ചായി കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ഏതോ ഒരു മലയാളി അസോസിയേഷൻ, ഞാൻ എയർപോർട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് എന്നെയൊക്കെ ടാഗ് ചെയ്തിട്ട് സ്റ്റോറി ഇട്ടേക്കണ്. നീ എന്ത് സത്യാവസ്ഥ മനസ്സിലാക്കണം, ഇതാണ് ചക്കയാണ് തേങ്ങയാണ്. ഞാൻ ഒരു വീഡിയോ ഇടാൻ ഇരുന്നൊരു സബ്ജക്റ്റാണ്, പിന്നെ വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ കുറേ സംഭവം. നീ ഇതുപോലെ ഗൗതം ജോഷിയുടെ കേസ് അന്വേഷിച്ചിട്ട് എന്തായി, അതൊക്കെ എവിടെ പോയി, അപ്പോൾ നീ ഉടായി, അങ്ങനെ എന്തൊക്കെയോ ഒരു സാധനം പറഞ്ഞിട്ടിട്ട് ഞാൻ തിരിച്ചതിന് കമൻറ്റിൽ തന്നെ നല്ലൊരു റിപ്ലൈയും കൊടുത്ത് അവരെ ഇതോടെ നിർത്തിക്കോ, അതാ നല്ലത്. അല്ലെങ്കിൽ അവിടുത്തെ വിസ സ്കാമിൻ്റെ കേസ് ഉൾപ്പെടെ ഞാൻ കൊണ്ടുവന്ന് ഇടേണ്ടി വരും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലർ ഈ വിസ സ്കാം എന്ന് പറഞ്ഞാൽ ചിലർ പെട്ടുപോകുന്നതാണ്, അറിയാതെയൊക്കെ പെട്ടുപോകുന്നതാണ്. ഞാനടക്കം പെട്ടുപോയതാണ്. അതുകൊണ്ട് പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മളെ ഏജൻസ് അപ്രോച്ച് ചെയ്യും, മറ്റേതാണ് മറിച്ചതാണെന്ന് പറയും, അവിടെയും പറ്റിക്കലുണ്ട്, നമ്മളെ കൊണ്ടുപോകാനും പറയും, അവിടെയും പറ്റിക്കലുണ്ട്. മൊത്തം പറ്റിക്കലാണ് ഈ ഫീൽഡ്. അപ്പോൾ അവരുടെ വിഷയം അങ്ങനെ തീർന്ന സമയത്തും ഈ പറഞ്ഞ പോലെ അതാ പറഞ്ഞു, ഈ അസോസിയേഷൻസ് ഒക്കെ കുറെ ഉണ്ടായിരുന്നു. അല്ല, ഇപ്പൊ ഈ ഗൗതം കൃഷ്ണയുടെ കാര്യം പറഞ്ഞില്ലേ, ഗൗതം ജോഷി ആ പയ്യന്റെ വീട് അങ്കമാലി. അതെന്തായിരുന്നു ശരിക്കും അവിടെ വെച്ചെന്തോ മരിച്ചിട്ട് ആത്മഹത്യയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ആത്മഹത്യ തന്നെയായിരുന്നു. അത് ഭയങ്കര പുള്ളി ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആയിട്ടാണ് ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത്. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ സിറ്റുവേഷൻ വരും, എല്ലാവർക്കും വരും. എത്ര ധൈര്യമുള്ള മനുഷ്യനാന്ന് പറഞ്ഞാലും ഇവിടെ തീർന്ന് എന്ന് വിചാരിക്കുന്ന ഒരു സമയം വരും. ആ സമയത്ത് കറക്റ്റ് ആൾക്കാർ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് ശക്തിമാനാണെങ്കിലും തീരുമാനവും. അങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയത് ആ പയ്യന്. അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇപ്പോഴും നല്ല വിഷമത്തിലുള്ള സങ്കടത്തിലാണ്. ഞാൻ ഇവരായിട്ടൊക്കെ റെഗുലർ കോൺടാക്റ്റ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് വീക്കിലിയോ മന്ത്ലിയോ എങ്കിലും കോൺടാക്റ്റ് ഉണ്ട്. ബിക്കോസ് സ്റ്റിൽ അവിടുത്തെ അസോസിയേഷൻകാർ, ഈ പറഞ്ഞ സോ കോൾഡ് നന്മമര അസോസിയേഷൻസ്, അതായത് ഓണത്തിനും ക്രിസ്മസിനും ന്യൂ ഇയറിനും മാത്രം പിരിവെടുക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന കുറേ അസോസിയേഷൻസ് ഉണ്ട്. അവർക്കാണ് ഇതുപോലത്തെ കുറേ വായ്ത്താളുള്ളത്. ഇവരെല്ലാവരും കൂടി ഒന്ന് അറിഞ്ഞ് ശ്രമിച്ചിരുന്നെങ്കിൽ മാൾട്ട പോലീസിൽ നിന്ന് കുറേ ഡോക്യുമെൻറ്റ്സ്, ഇവൻ്റെ ഫോണ്, ഡെത്ത് നോട്ട് ഉൾപ്പെടെ ഉണ്ട്. അത് ഇവരുടെ നാട്ടിലേക്ക് കിട്ടണം. ഏത് അങ്കമാലിക്ക് കിട്ടണം. അത് അവിടെ നിന്ന് ആ കേസ് ക്ലോസ് ചെയ്താലേ എത്തുള്ളൂ. ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല ഞാൻ അറിഞ്ഞത്. ഞാൻ അവരുടെ ഫാമിലിയായിട്ട് അടുത്തുള്ള ഒരു പയ്യനായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ അവൻ പറഞ്ഞു ഇതുവരെ കിട്ടിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നൊരു കാര്യം ചെയ്യാം, ഞാൻ കണ്ടന്റ് എന്താണെന്നുള്ള കഥ എനിക്കറിയാം, കഥയായിട്ട് തന്നെ പറഞ്ഞ് ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ എനിക്ക് തോന്നുന്നു 2012-13 മുതൽ ഭയങ്കരമായിട്ട് സ്റ്റുഡൻസ് വെളിയിലേക്ക് പോകുന്നുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് സ്റ്റുഡൻസ് മാത്രമല്ല ജോലിക്കും പോകുന്നത്, എല്ലാവരും വിചാരം യൂറോപ്പ് അല്ല, ഒരു കാലത്ത് ജോലിയായിരുന്നു. അത് കൂടി വന്ന ഗൾഫിലാണ് വിസ. നമ്മൾ കേട്ടിട്ടുള്ള വിസ എന്ന് പറഞ്ഞാൽ 10-20 കൊല്ലം മുമ്പ് പെയിന്റ് പണിക്ക് പോയപ്പോൾ ഒരു കമ്പനിയുടെ മാനേജർ ആയിരിക്കും, മുതലാളി ആയിരിക്കും, നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പൊ വിദ്യാർത്ഥികൾ കൂടുതലും പോകുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് സിനിമ ഇറങ്ങിയില്ല, വാഴയിൽ തന്നെ കാണിക്കുന്ന വിദ്യാർത്ഥികൾ പോയിട്ട് അവിടെ പെട്ടുപോകുന്ന കുറെ ആളുകളുണ്ട്, പലതരത്തിലുള്ള. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനത്തെ ഇത് കൂടെ നിങ്ങളുടെ ഇൻബോക്സിൽ വരാറുണ്ടോ? അപ്പം നിങ്ങൾ എങ്ങനെയാണ് അതിനെ? ഒരുപാട് വരാറുണ്ട്. അങ്ങനത്തെ ഒരുപാട് വരാന്ന് പറഞ്ഞാൽ കൂടുതൽ തേച്ചിട്ട് പോയി പറ്റിച്ചെന്നുള്ള സാധനം വരുമ്പോൾ ഞാനത് റിപ്ലൈ ചെയ്യാറില്ല. കാര്യം അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാനാ? ഇതിലേറ്റവും കൂടുതൽ വരുന്നത് വിസ സ്കാമാണ് കൂടുതൽ വന്നത്, പറ്റിച്ചത്. പക്ഷേ ഞാനത് എടുക്കാണ്ടായി. കാര്യം എന്താ വെച്ചാൽ വിസ സ്കാമിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഞാനും ആ ഏജൻറ്റോ അല്ലെങ്കിൽ ആ കമ്പനിയോ തമ്മിലാവും ഫൈറ്റ്. ഈ ആൾക്കാരെ അവിടെ നിന്ന് മാറും, അവർക്ക് നമ്മളായിട്ട് ശത്രുതയാവും. ഒരു ഫേം ആണെങ്കിൽ ഓഫ് കോഴ്സ് ഇവിടെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു സാധനം ഡിഫോമേഷൻ. ഒരു ദിനം പ്രതി ഒരു കോർട്ടിൽ പോയി കഴിഞ്ഞാൽ 1 ലക്ഷം ഡിഫോമേഷൻ കേസെങ്കിലും വന്നുണ്ടാവും. ഈസിയുള്ള പരിപാടി. അപ്പോൾ ഇത് എനിക്ക് വന്നത് ഇങ്ങനത്തെയൊക്കെ. പിന്നെ ഈ അടുത്തൊരു പെൺകുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ആത്മഹത്യ ചെയ്യാനുള്ള സിറ്റുവേഷനിലാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പുറം ലോകത്ത് ഈ സത്യങ്ങൾ അറിയിക്കണം. സത്യം എന്താണെന്ന് വെച്ചിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല ഈ പിള്ളേരുടെ അവസ്ഥ എന്താണെന്നറിയോ? ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഇവരേറ്റവും ചെയ്യുന്ന മിസ്റ്റേക്ക്, ഇവിടെ നിന്ന് പോകുമ്പോൾ ഏജൻസിയിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ട് കിട്ടുന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ പിള്ളേർ, അവരങ്ങോട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആക്കും. ഒരു പരിചയം ഉണ്ടാവില്ല, അവർ ചങ്കും കരളോ. പിന്നെ ഇതിങ്ങളൊക്കെ കൂടി ഈ ബാഗും കെട്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ സ്കൂളിലൊപ്പം പഠിച്ചതും കുഞ്ഞാൾ പോലെ പഠിച്ച ഫ്രണ്ട്സൊക്കെ ഇവിടെ കിടക്കുക, അല്ലെങ്കിൽ അവരൊക്കെ ഏതെങ്കിലും രാജ്യത്തുണ്ടാവും. പക്ഷേ ഈ ഏജൻസീനൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് തന്നെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ ഒരുമിച്ച് ഗ്രൂപ്പുകൾ, അവിടുത്തെ കുറേ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഇതിനൊക്കെ അപ്കമിങ് സ്റ്റുഡൻസ് എന്നുള്ള ഇതിൽ പരിചയപ്പെടുന്ന ഒരു ചങ്കും ആരും മിക്സഡ് ആയിരിക്കും, അല്ലെങ്കിൽ പെമ്പിള്ളേർ മാത്രമായിരിക്കും, ആമ്പിള്ളേർ മാത്രമായിരിക്കും. ചെന്ന പിറ്റേ ദിവസം തൊട്ട് യൂറോപ്പിൻ്റെ അല്ലെങ്കിൽ UK ഫ്രീഡം അങ്ങോട്ട് എൻജോയ് ചെയ്യുക. നോ ലിമിറ്റേഷൻ, ടൈമിൻ്റെ പ്രശ്നമില്ല, രാത്രി എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം, എന്ത് വേണമെങ്കിലും കാണിച്ചാൽ മാർജിൻ ഫ്രീ പോയാലും കള്ള് കിട്ടും, അടിച്ചു പൊളിച്ച് ചെയ്യാം. പലരും അവിടെ വെച്ച് ട്രൈ ചെയ്ത് വെള്ളം അടിക്കുന്നവർ വരെ ഉണ്ടാവാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടം. പക്ഷേ ഈ സാധനങ്ങൾ ഫുൾ ഫ്രീഡത്തിലേക്കാണ് പെട്ടെന്ന് ഒരാൾ ചെല്ലുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിൽ പെൺകുട്ടികൾ എസ്പെഷ്യലി എത്തുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചിലർ പറയും നീ ആരുടെ ഇതൊക്കെ പറയാം, ഞങ്ങളുടെ ലൈഫല്ലേ. പക്ഷേ എനിക്ക് പേഴ്സണലി മെസ്സേജ് വന്നോണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പെൺകുട്ടിയുടെ മാൾട്ടയിലുള്ള ഒരു പെൺകുട്ടിയുടെ മെസ്സേജ് വന്നത് 2 പയ്യന്മാരപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞു, ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു. ഇവന്മാർ വേറെ എന്തോ നീഡ്സ് പറഞ്ഞ്
പറ്റാതായപ്പോഴേക്കും പെൺകുട്ടിയുടെ വീട്ടിലേക്ക് മോശമായിട്ട് വിളിച്ച് പറയൽ, കൂട്ടുകാരുടെ അടുത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഭയങ്കര വൾഗറായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കൽ. ഞാൻ നോക്കി ആൾ അത്യാവശ്യം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ്. അതിന് മോശമായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു കരഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അത്രയും പിക്ചർ അറിയുള്ളൂ. പക്ഷേ ഇത് നാട്ടിലാണെങ്കിൽ നടക്കില്ലല്ലോ ഇത്രയും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുൾ പിടി വിട്ട് പിന്നെ എന്ത് വേണമെങ്കിലും കാണിക്കും. അത് ആത്മഹത്യകൾ ഒരുപാട് പിള്ളേർ ചെയ്യുന്നുണ്ട് അവിടെ. അവരോട് ഒരുപാട് കൺട്രിയിൽ എണ്ണം പ്രതി ആത്മഹത്യക്ക് ശ്രമിക്കുന്ന പിള്ളേർ വരെ ഉണ്ടാവും. മെയിനായിട്ട് പാരൻസ് വിട്ട് കഴിഞ്ഞാൽ കാശ് മാത്രമല്ല, അവരുടെ അടുത്തൊരു കോൺടാക്റ്റ് വേണം. എവിടെ പോകേണ്ട എന്ത് പോകേണ്ടെന്ന് പുറകെ നോക്കി നടക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു സപ്പോർട്ട് എപ്പോഴും കൊടുത്തുകൊണ്ട് അതേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എവിടെ പോകണമെങ്കിലും പറഞ്ഞിട്ടു അതൊന്നും നടക്കൂല. ഒരു സപ്പോർട്ട് എപ്പോഴും ബാക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഇമോഷണലി മെൻ്റലി ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇതൊക്കെ ഞാൻ അനുഭവിച്ച് വന്നൊരു വ്യക്തിയായതുകൊണ്ട് പറഞ്ഞത്. നമ്മൾ ചിന്തിച്ചു പോകും. അവിടുന്ന് യൂറോപ്പിലേക്ക് എവിടെയെങ്കിലും നടന്ന് മരിച്ചാലുണ്ടല്ലോ ബോഡി എത്ര നല്ല കഷ്ടപ്പാടാണ്. ഞങ്ങൾ പോയി റിക്കവർ ചെയ്തിട്ടുണ്ട് ഒരു ബോഡി 4 ദിവസം ലാറ്റ്വിയിൽ തന്നെ. ഞാനല്ലായിരുന്നു, ഞാൻ അതിൻ്റെ വീഡിയോസ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കേസ് ഡീറ്റെയിൽസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എനിക്കറിയാവുന്ന 2 പയ്യന്മാരായിട്ട് അവിടുത്തെ പോലീസുകാർ പോലും അന്വേഷിക്കാൻ പോയിട്ടില്ല ഈ ബോഡി. 4 ദിവസം കഴിയുമ്പോൾ ബോഡി തന്നെ പൊങ്ങിപ്പോഴാണ് പോയി എടുത്തുകൊണ്ട് തന്നെ. ഇവന്മാർ ബോട്ടിന് പോയപ്പോൾ കണ്ടു. അല്ലെങ്കിലോ ഇതാണ് അവസ്ഥ. മലയാളി പയ്യൻ. പിന്നെ പോളണ്ടിലൊരു പയ്യൻ മരിച്ചത് ഇപ്പോഴൊരു അറിയില്ല എങ്ങനെ മരിച്ചതെന്ന്. 2 കേസസ് എനിക്കറിയാം പോളണ്ടില്ല. എങ്ങനെ മരിച്ചതെന്ന് വ്യക്തമായിട്ടൊരു ധാരണയില്ല. ഈ രാത്രിയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ഫ്രീഡം എന്നൊക്കെ പറഞ്ഞ പിള്ളേർ നടക്കുമല്ലോ, അവിടുത്തെ ലോക്കൽസ് പിടിച്ച് തല്ലിക്കൊന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ആരും അറിയാൻ പോലുള്ള. പ്രത്യേകിച്ച് കേസ് അന്വേഷണം അവിടുത്തെ പോലീസുകാരുടെ പരിപാടി എന്താ അറിയോ, ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചേക്കുക. നേരെ പാക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് ബോഡി നാട്ടിലേക്ക് കയറ്റിവിടാൻ നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ അതിൽ സംസ്കരിക്കത്തേ ഉള്ളൂ. ഇതിൻ്റെ ഈവൻ ഫോറൻസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കലോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം പോലും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അയർലൻഡിലെ ഒരു സാൻജോ ജോസ് എന്ന് പറയുന്ന പയ്യൻ്റെ വീഡിയോ ഞാൻ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമുക്ക് കഴിഞ്ഞ മാസം കണ്ട് ഞാൻ പേഴ്സണലി വീഡിയോ ഇട്ടൊരു കേസ്. ഞാനും പിന്നെ UK മൗവീഷ് വേലാജ് എന്ന് പറഞ്ഞൊരു ഇൻഫ്ലുവൻസർ ഉണ്ട്. എനിക്ക് മനസ്സിലായി. ജോലികൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് UK ഏറ്റവും കൂടുതൽ എന്നിട്ട് പിള്ളേരുടെ ചെക്ക് ചെയ്ത് ഭയങ്കര ബ്രദറിനെ പോലെയാണ്. ഒരു 3 വർഷത്തോളം അതിൻ്റെ മുകളിലായി പുള്ളി ഞാനിവിടെ വീഡിയോസ് ഒക്കെ ചെയ്തത്. ആ കേസിൽ നമ്മൾക്ക് കിട്ടിയ തെളിവുകൾ വെച്ചിട്ട് നമുക്കത് ആത്മഹത്യ അല്ലാതെ മനസ്സിലായിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ഫോട്ടോസ് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തലയിറങ്ങി വീഴും. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും സംഭവം എന്താ. ഏതൊരു പൊട്ടന് മനസ്സിലാവുന്ന കുറേ സാധനങ്ങളാണ്. എന്നിട്ട് UK ഏതൊരു അമ്മാവന് ഇതുപോലെ കാശ് കൊടുത്തിട്ടാണോ അല്ലെങ്കിൽ അയാൾക്ക് പറയാൻ തോന്നിയിട്ടാണോ എന്നറിയില്ല, എന്തൊക്കെയോ ഇടലത്തരം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അത് ആത്മഹത്യയല്ലോ. ഫേസ്ബുക്ക് അമ്മാവന്മാരില്ലേ, അത് ആത്മഹത്യയാണെന്ന് എങ്ങനെ പറയും. ഞാൻ നല്ല ഊക്കി വിട്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ അയാളെ ഇട്ടിട്ട്. എവിടെ പോയോ എന്തോ കാരണം വരുമ്പോൾ. അതെന്താ പുള്ളി ആത്മഹത്യയല്ല എന്ന് പറഞ്ഞതില് പുള്ളിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ട്. പുള്ളി ഒന്നിരുന്നുകൊണ്ട് ചുമ്മാ ഫേസ്ബുക്കിൽ ഒന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. നമ്മൾ കൊലപാതകമാണെന്ന് അങ്ങോട്ട് ഉറപ്പിച്ച് പറയുന്നില്ലല്ലോ. ഉണ്ടത്രേ ഈ മീഡിയയിൽ ചെയ്യുന്നത് ഒരു ഉണ്ടത്രേ അങ്ങനെ ഉള്ളൂ. സംഭവം എന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഏറെക്കുറെ മനസ്സിലാവും. പക്ഷെ എന്നാലും ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലീസിനെ തന്നെയാണ്.